എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ട് ഞാൻ റൂമിലേക്ക് കയറിയപ്പോ എന്റെ 2 കൊറിയർ ഉണ്ട് എന്നെ നോക്കിയിട്ട് കണിക്കുന്നു. നമുക്ക് ഒരു ബോക്സും കൂടി അൺബോക്സിംഗ് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു. ഇത് ഞാൻ പുതിയ ഓർഡർ ചെയ്ത ഒരു സാധനം കേട്ടോ. എന്താ ഞാൻ കാണിച്ചു തരാം. അപ്പൊ 2 ബോക്സ് നമുക്ക് ഇന്ന് അൺബോക്സിംഗ് ചെയ്യാനുണ്ട്. ബൈ ദ വേ ഞാൻ സുന്ദരനെയല്ലേ പോവാടുന്നു. ആ പുതിയ പേക്ക സാധനം എന്താന്ന് കാണിക്കുന്നതിന് മുമ്പ് അത് എന്തിനാന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഇത് കണ്ട് എന്റെ മേശയൊക്കെ ഫുള്ള് കുളമായി കിടക്കുന്നത്. ഇവിടെ അവിടെയൊക്കെ ഫുള്ള് സാധനം. ഇതൊക്കെ മൊത്തമായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് എത്രത്തോളം വർക്കിംഗ് ആവുമെന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിൽ പിന്നെ അൺബോക്സ് ചെയ്യുന്ന ടാബ്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്കമ്പാടി കഞ്ഞുടിക്കുന്നവരിക്കുന്നുണ്ട്. കോയിത്തോടെ തുറക്കുന്ന പോലെ ഒരു കാർ ഓർക്കുന്നത്. ഇതാണ് മോനെ സാധനം. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത ഒരു ബോക്സ് ആണ്. ഇതെന്താ ഇത് കാർബോർഡ് ബുക്ക് പോലത്തെ എന്തോ സാധനം. ഇതെന്താ ഈ കാർബോർഡ് പോലത്തെ സാധനം? പരീക്ഷയ്ക്ക് എഴുതുന്ന ബോർഡാണ് ഇത്. ഇവരെ എന്നെ പറ്റിച്ച വളക്കാൻ ഓടിക്കാനും പറ്റുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ച എന്നെ പറ്റിച്ച്. പക്ഷേ ഈ സാധനം നിർത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ബോക്സ്. സാധനം എങ്ങനെ സെറ്റ് അല്ലേ? 100-200 രൂപയാണ് 2 ബോക്സ് കിട്ടും. എന്റെ തലയ്ക്ക് ഇത് മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടാ. ഇനി മൊത്തം സാധനം ഞാൻ ഇതിന്റെ ഇട്ടിട്ട് ഫുൾ അറേഞ്ച് ചെയ്യും. കാർബോർഡ് സാധനം ഇതിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ബോക്സ് ആണ്. ഇതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇടണമെന്നാണ് ഇവനെ തല്ലിക്കൊന്ന് അതിന്റെ അകത്ത് ഇടുന്നുണ്ട്. പെർഫെക്റ്റ് ഫിറ്റ്. ഒരാളെയൊക്കെ കൊന്നു കുഴിച്ചിടാനുള്ള സ്ഥലം ഇതിന്റെ അകത്ത് ഉണ്ട്. ഇങ്ങനെ സ്റ്റിക്കർ ഔട്ട് ചെയ്യുന്ന ഇങ്ങനെ കിണ്ണം പോലത്തെ സാധനമാവും. ഇങ്ങനെ ഇവിടെ തൂക്കിടുന്ന സാധനമൊക്കെ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ബൈസെപ്സിനൊക്കെ 2 വർക്കൗട്ടൊക്കെ അടിക്കാൻ പറ്റും. 100-200 രൂപയുള്ളൂ. വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, വേണമെങ്കിൽ വാങ്ങിച്ചോ. പക്ഷെ ഒരു പ്രശ്നം പറ്റും. അതിന്റെ ഉള്ളിൽ കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. പക്ഷെ ഇത് തുറക്കാൻ പറ്റൂല. ഞാൻ ഇതിന്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് എടുക്കേണ്ടി വരും. ഇതിനകത്ത് ഇട്ട സാധനം പിന്നെ കൈയിട്ട് എടുത്തിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ അത് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഇപ്പൊ എന്താ നീറ്റ്. വാവ്, അതൊക്കെ മൊത്തം ഇട്ട് ക്ലീൻ ആയി. ഒരു പെട്ടി എടുത്ത് ഞാൻ ഇതിന്റെ കട്ടിന്റെ അടിയിലും വെച്ച് 2 പെട്ടികളുണ്ട്. ബോക്സിന് ഒരു സീക്രട്ട് ബോക്സ് ആണ്. സീക്രട്ട് എന്ത് സീക്രട്ട്? ഈ തുറന്നപ്പോൾ തന്നെ ഇതിനെ പോലത്തെ പിക്ചർ ഉണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്താ സാധനം. ഇത് എന്താന്ന് ഫുള്ളായിട്ട് കാണിക്കുന്നതിന് മുമ്പ് എന്തിനാ വായിച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നൈറ്റ് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നത് എഡിറ്റിംഗ് കാര്യങ്ങൾ. അപ്പൊ ഈ സമയത്ത് ഈ ഒരു കട്ട പ്രാണി ഉറുമ്പിന് കൊതുകിന് ഉണ്ടായ എന്തോ ഒരു സാധനം ലൈറ്റിന്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്കും. അത് ചെറിയ സാധനം. അതിന്റെ അകത്തുനിന്ന് ഷോക്കടിച്ച് അത് ചത്തുപോകില്ല. ഈ സാധനത്തുമ്പോൾ ഇതിനെ അടിച്ചിന് ഒറ്റയടിക്കാൻ പ്രാണിക്ക് ചാവും. പിന്നെ വല്ല പള്ളിപ്പറമ്പിൽ പോയിട്ട് കവറടക്കാം. ഹൈ വോൾട്ടേജ് സാധനം. ഇങ്ങനത്തെ സാധനം കാണുമ്പോൾ എനിക്ക് കൈയിട്ട് നോക്കാൻ തോന്നും. ഇത് ഓൾഡ് സാധനം. അത് അത്രക്ക് പോരാ കൈസ്. അതിൽ ഷോക്കടിച്ച പ്രാണി ചത്തുപോകില്ല. ജസ്റ്റ് ബോധം കെടുത്തേ ഉള്ളൂ. ഇങ്ങനെ കരണ്ടി കുത്തി സാധനം കത്തിച്ച് നല്ല നീലക്കടർ ലൈറ്റ്. ഇതിപ്പോ RGB ലൈറ്റ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാം. സാധനം ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഞാൻ എന്റെ കത്തിയെടുത്ത് കുത്തിവെക്കുന്നുണ്ട്. പൊട്ടുന്നുണ്ടാ പാർക്ക്. അതിന്റെ ഉള്ളിൽ കൈയിടാനുള്ള നല്ല തൊരയുണ്ട്. പക്ഷെ എനിക്ക് പേടിയാകുന്നു. എന്റെ കാലക്കെട്ടിനായിട്ട് ഞാൻ ചത്തുപോയിക്കുണ്ടെങ്കിൽ ഷോക്കടിച്ച് പഠിക്കാനുള്ള ബുക്ക് പേപ്പറിൽ പിന്നെ നായിന്റെ കഴുതിലിടുന്ന ഒരു ചങ്ങല പോലത്തെ ഒരു ചങ്ങലുണ്ട്. ആ ചങ്ങല എടുത്ത് ഞാൻ എന്റെ കഴുത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ റീസാണ് എനിക്ക് സൂപ്പറായിട്ട് ചേരുന്നില്ലേ. എന്നൊക്കെ ബൈ ലവ് യു.